ഇനി പുലിനെ കാണാനാ പോകണം. ഇനി പുലി എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമെന്ന് അറിയില്ല. അമ്മേ നടക്കണം നോക്കിയത്. നമ്മൾ ഓടി നടന്നിട്ടെല്ലാം കാണാം. ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല, കാരണം ഷുഗർ കട്ടാണ് ഗൈസ്. ഞാൻ മഴ പെയ്യുന്ന ഒരു കഫേ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ. അവിടെ ഗൈസ് നമുക്ക് ബസ്സിൽ പോകാം. ഗൈസ് ഇവിടെ നിന്ന് ബസ് വരും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂരുള്ള പുതിയ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. ഞാൻ മുമ്പ് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പം അന്ന് സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒഫീഷ്യലി ഓപ്പൺ ആയിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസൈനർ മൃഗശാലകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ സൂ. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് കേട്ടോ സമയം. ഞങ്ങൾ ഏകദേശം ക്ലോസ് ചെയ്യാറായപ്പോഴാണ് കയറിയത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കയറിയത് ഞങ്ങളാണ്. പിന്നെ തിങ്കളാഴ്ച സൂ മുടക്കായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആയി. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 രൂപയും 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 50 രൂപയാണ് കേട്ടോ. പിന്നെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യമാണ് കേട്ടോ. പിന്നെ ഇപ്പൊ 100 രൂപയും കൊടുത്ത് നമ്മൾ സൂ കാണാൻ വരാനില്ല, അത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. കാരണം ഇപ്പോൾ മൃഗങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ധൃതി പിടിച്ചിട്ട് ആരും കാണാൻ വരണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞങ്ങൾക്ക് തന്നെ പോയിട്ട് ഒരു നിരാശയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 350 ഏക്കറോളം സ്ഥലത്താണ് ഇവർ ഈ സൂ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നടന്നു പോയിട്ട് എല്ലാം കാണാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ 50 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബസ് സർവീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു 150 രൂപ എടുത്താലാണ് എല്ലാം നമുക്ക് കണ്ട് കറങ്ങി വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ കണ്ടില്ല. അവിടെ വിചാരിച്ച് അങ്ങോട്ട് നടന്നുപോയി. അപ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷേ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണി വരെയുള്ള ടിക്കറ്റ്. പിന്നെ ഇത് 4 കിലോമീറ്റർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വേഗം കണ്ടിറങ്ങണം. 6 മണിയാകുമ്പോഴത്തേക്കും കണ്ടിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇരുട്ടാവും അല്ലെങ്കിൽ നന്നായിട്ട്. അപ്പം ഞങ്ങൾ എന്തായാലും വന്നല്ലോ പിന്നെ കാണാൻ വിചാരിച്ചു. സ്പീഡിൽ നടക്കുക. ഗൈസ് ഇതിനകത്ത് മുതല കിടക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾ പോകണ്ട കേട്ടോ. അവിടെ കിളികളൊക്കെയാണ്. ഗൈസ് ഇവിടെ മുതല കിടക്കുന്നുണ്ട്. മുതലനെ കാണാനില്ല. പക്ഷെ മുതല ഈസ് ഗോൺ. ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ കാണാം മുതലേ. നമ്മൾ ഓടി നടന്നിട്ടെല്ലാം കാണാം. അപ്പോൾ ഞങ്ങൾ ഓടി കതച്ചു. ഇവിടെ അപ്പം മാഞ്ഞ കണ്ടു. അയ്യോ ശരിക്കും പറഞ്ഞാൽ നേരത്തെ വരണം. ഞാൻ പറയുകയാണെങ്കിൽ 2 മണിക്കെങ്കിലും വരണമെന്ന് തോന്നുന്നുണ്ട്. ഒക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ മാതിരിയുണ്ട്. ഏത് വഴിയാണ് ഏതൊക്കെ വഴിയാണെന്ന് അറിയില്ല. ഒരു 10 വഴിയുണ്ട് ഇവിടെ. ഒരു ബോർഡും വെച്ചിട്ടില്ലല്ലേ. അല്ല ഏതൊക്കെ വഴി പോകണം എനിക്കറിയില്ല. ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് കാണുക. അല്ലാണ്ട് വേറൊരു വഴിയില്ല. നീയാണോ അവിടെ? ഗൈസ് അവിടെയാണ് ജിസ്മോൻ ഇട്ടേക്കണത്. നമുക്കപ്പോൾ ജിസ്മോനെ കണ്ടിട്ട് വരാം. ഗൈസ് ഇവിടെ കുരങ്ങനാണ്. അത് അപ്പുറത്താണ് മറ്റേത്. ഇവിടെ കുരങ്ങൻ അപ്പുറത്ത് പുലീനെ ഇട്ടേക്കണത്. തൽക്കാലം കുരങ്ങനെ കാണട്ടെ. കുരങ്ങൻ്റെ പടം ഇത് വെച്ചേക്കണം മുകളിൽ. മഴ പെയ്യുന്ന ഒരു കഫേ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ. അവിടെ അതുപോലെ ഉണ്ട്. പക്ഷെ അത് കാണാൻ പോകണം. ഒരു ദിവസം അത് കാണാൻ പോകണം. അവിടെ സ്മോക്ക് വരുന്നു. ഐസ്ക്രീം മാത്രം എല്ലാ സാധനങ്ങളും ഉണ്ട് തോന്നുന്നുണ്ട്. മഴ പെയ്യുന്ന കഫേ. ഇവിടെ ഒന്നും ഇല്ല. അവിടെ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം നമ്മൾ പറയുന്നത് ടൈഗറിനെ കാണാനാണ്. ഇങ്ങോട്ട് പോയാൽ കാണുമെന്നാണ് പറഞ്ഞത്. അതെ ഐസ്ക്രീം പാർലറിൻ്റെ അടുത്തായിട്ട് ചെരിഞ്ഞിട്ട് വയ്യണ്ടായിട്ടാണ് നടന്നിട്ട് ചവറ ഇത് അവിടെ. പിന്നെ കുറേ നടക്കാണ്ട് ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ആംബിയൻസ് സൂപ്പറാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട് ഗൈസ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി പുലിനെ കാണാനാ പോകണം. ഇനി പുലി എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമെന്ന് അറിയില്ല. നമ്മുടെ മുമ്പിക്കൊന്നും ഒന്നും വരാറില്ലേ ഗൈസ്. പുലിനെ കണ്ടു ഗൈസ്. ഭാഗ്യം ഡീഡാവനിയിൽ കാണാൻ പറ്റിയത്. അമ്മേ നടക്കണം നോക്കിയത്. പോണ വഴിയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. വയ്യെങ്കിൽ ഇരിക്കാം നമുക്ക്. ഗായ്സ് പുലിക്ക് വേണ്ടി ചെയ്ത് വെച്ചാൽ ഈ ഒരു സ്പേസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗായ്സ്. അങ്ങനെ കാട്ടൊരു വൈബാണ് ശരിക്കും. കാട് വൈബ്. ഓരോന്നിനായിട്ടിട്ടാണ്. അല്ലെങ്കിൽ എല്ലാം രണ്ടും കൂടെ തല്ലിപ്പിരിയും. അതുകൊണ്ട് ഒരെണ്ണത്തിനപ്പുറത്ത് ഇനി അപ്പുറത്ത് സിംഹമാണോ ഗൈസ്. നമ്മൾ പുലിയുടെ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഒരു സ്പേസ് കാണത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഒരു കഫേ പോലെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. നമുക്ക് ഫുഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. കാണാനില്ല ഇവിടെ നിന്ന്. ഇവിടെ അങ്ങോട്ട് ഇനി ഒന്നും ഇല്ല. ഇനി താഴത്തേക്കാണ് നേരെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി താഴത്തേക്ക് പറയാം. എന്നിട്ട് കാരണം അവിടെ ഒന്നുമില്ല. പുലി എവിടെയാണെന്ന് ചോദിക്കാം. നമുക്കപ്പോൾ ഇവരോട് ചോദിക്കാം സിംഹം ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോവാണ്. പിന്നെ അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കുരങ്ങനും കൂടെ ഉള്ളൂ. പിന്നെ കാട്ടും പോത്ത്
അവിടെ അടിയിൽ എന്തുട്ടാണെനിക്ക് അറിയില്ല, ചോദിച്ചു നോക്കണ്ട വരും. വാ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോപ്കോൺ വാങ്ങിച്ചു. ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല, കാരണം ഷുഗർ കട്ടാണ് ഗൈസ് ഞാൻ. അതുകൊണ്ട് ആരും കഴിക്കണ്ട, ഞാൻ കഴിക്കില്ലെങ്കിൽ ആരും കഴിക്കണ്ട. പോപ്കോൺ കുഴപ്പമില്ല. നോക്കിയേ എന്തിട്ടാണ് ഇവിടെ നിന്ന് നോക്കിയേ, ജിറാഫ്. ആരെ പറഞ്ഞ ജിറാഫ് ഉണ്ടെന്ന്? താഴേക്കിന് പോണോ? പാടില്ല. ഇവർ കുറേ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് താഴെ. പിന്നെ ഇവർ കുറേ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വഴി കൂടെ പോയി എവിടെ എത്തും, എന്ത് ചെയ്യുമെന്നറിയില്ല. ഒരു ബോർഡ് വെക്കണം ശരിക്കും പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് നല്ല രസമുണ്ട് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ടൂർ പോണ പോലെ. അതെ, 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുതലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി. അപ്പോൾ ഒരു വിധം കുറച്ചും കൂടി മൃഗങ്ങൾ വരുന്നു തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ പുത്തൂർ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഇത്രയും ഭംഗിയാക്കി എടുത്തത് ഇങ്ങനെ ഒരു കാട് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ജിസ്മോനോടൊപ്പം ക്രിസ്റ്റീന. വിളിക്കണേ ടിക്കറ്റ്, പക്ഷെ ആരെങ്കിലും ഇല്ല, ആരും ടിക്കറ്റ് ഒന്നും കാണിക്കണമെന്നില്ല. എന്തോ ആൾക്കാരാ കുത്തി നിറച്ചിട്ടാ പോണോ, കുത്തി നിറച്ചിട്ട് എല്ലാവരും കൂടെ. ഈ ബസ്സിന് വരില്ല, നമ്മൾ നടക്കാൻ നല്ലതാ, തടി കുറയും ഗൈസ്. ഗൈസ് നമുക്ക് ബസ്സിൽ പോകാം ഗൈസ്. കിടന്ന് ബസ് വരും എന്ന് പറഞ്ഞപ്പം അപ്പം നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബസ്സിലായിരിക്കും നമ്മൾ പോവുക. സമയം കഴിഞ്ഞു, അതാണ്. നല്ല രസമുണ്ട് കേട്ടോ ബസ്സിൽ പോകാൻ. പ്രത്യേകിച്ച് ബാക്കിൽ പൊക്കത്തിരിക്കണ കാരണം നല്ല രസമുണ്ട്. ഇവിടെ ഏറ്റവും ബാക്കിൽ പൊക്കത്ത് സീറ്റിലിരിക്കണം. നല്ല രസമുണ്ട്. ബസ്സിൽ നല്ല തിരക്കായി. ഇവര് പോണോടത്ത് നിൽക്കണോടത്ത് നോക്കുക ആൾക്കാരൊക്കെ വെച്ചിട്ട് ബസ് വളയുമ്പോഴേ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാ. അപ്പോൾ പോണോടത്ത് ഒക്കെ ആൾക്കാരെ കയറ്റുന്നുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാരായി. അതുകൊണ്ട് എല്ലാവർക്കും അവിടെ എത്താൻ ഭാഗ്യമുണ്ട്, ഇല്ലെങ്കിൽ നടന്ന് ചത്തേനെ. ഒരു റൈഡിൽ പോണ പോലെ ഉണ്ട് ഈ പോക്ക്. ഗൈസ് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്താറായി. കുറച്ചും കൂടെ ഉള്ളൂ, ഒരിറങ്ങും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മേ നല്ല രസം അമ്മേ. അയ്യോ വളമൊക്കെ വളയമ്മയുണ്ടല്ലോ എൻ്റെ പൊന്നോ. ഇവിടെ ഇറക്കും തോന്നുന്നുണ്ട്, അതവിടെ ഇറക്കുമോ? അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ സൂവിൻ്റെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സൂ ഗൈസ്. ഇനിയും കാര്യങ്ങൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ വന്നിട്ട് ഇനി ഒരു വട്ടം കൂടെ നമുക്ക് വന്ന് വിശദമായിട്ട് കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബസ്സിത്തെ യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ പൂരം നടക്കുന്നുണ്ട് ചോച്ചേരിക്കുന്ന അമ്പലത്തിൽ. അപ്പോൾ ഇനി നമ്മൾ അവിടേക്ക് പോകും. അതും ഇതുപോലെ കേരള പഴനി അമ്പലമാണ് ഗൈസ്. ഇങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ആയിട്ട് ഉള്ളൊരു അമ്പലമാണ്. ഇനി നമ്മളിനി അവിടെ കൂടെ പോകണം. നമ്മൾ പോകാറുണ്ട് അവിടെ പൂരത്തിന്. അപ്പോൾ അതിനും കൂടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അവിടെ ഞങ്ങൾ നേരെ പോയത് ചോച്ചേരിക്കുന്നുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കേരള പഴനി എന്നാണ് കേട്ടോ ഈ അമ്പലം അറിയപ്പെടുന്നത്. 150ഓളം പടികൾ കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ഈ അമ്പലത്തിൽ നിന്ന് പൂരാണ്. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോകുന്ന ഈ ഒരു വഴിയും പിന്നെ അമ്പലവും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ചേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു, അമ്പലമൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അമ്മയുടെ ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ കുറച്ചേരം നടന്നു. ഇവിടെ ഒരു ആനക്കുട്ടീനെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ പൂരം നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അമ്പലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇനി കാവടിയൊക്കെ കയറുന്നത് രാത്രിയായിരിക്കും. അതൊന്നും കാണാനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെത്തുമ്പോൾ നല്ല വൈകും. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലമൊക്കെ കണ്ട് നിന്ന് അതിന്റെ ചുറ്റൊക്കെ നടന്ന് ഞങ്ങൾ വീട്ടിൽ പോവാണ് ചെയ്തത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.